കാട്ടിനുള്ളിലെ പാട്ടുകാരൻ. പണ്ട് പണ്ട് ഒരു കാട്ടിലെ രാജാവായിരുന്നു ലിയോ എന്ന സിംഹം. ലിയോ പാട്ടുപാടാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവന് പാട്ടുപാടാൻ തീരെ അറിയില്ലായിരുന്നു. എന്നിരുന്നാലും അവൻ തുടർച്ചയായി എപ്പോഴും പാട്ടുപാടിക്കൊണ്ടേയിരുന്നു. എൻ്റെ അമ്മൻ്റെ ജിമിക്ക് കമ്മൽ എൻ്റെ പെണ്ണി കട്ടോണ്ട് പോയോ, ഓയ് 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 ജിമിക്ക് കമ്മൽ. എന്നാൽ മറ്റു മൃഗങ്ങൾക്ക് സിംഹക്കുട്ടൻ്റെ പാട്ട് കേൾക്കുന്നത് തീരെ തന്നെ ഇഷ്ടമല്ലായിരുന്നു. വേഗം പോരും മോനെ, ആ പ്രാന്തൻ പാട്ടുപാടാൻ തുടങ്ങിയിട്ടുണ്ട്. സിംഹക്കുട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചെവി പൊത്തി ഓടുമായിരുന്നു. ഇതിൽ സിംഹക്കുട്ടന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അവൻ മനസ്സിൽ ആഗ്രഹിച്ചു, ഒരു ദിവസം എല്ലാവരും എൻ്റെ പാട്ടൊന്ന് ആസ്വദിച്ചിരുന്നെങ്കിൽ. പിറ്റേ ദിവസം വളരെയേറെ ദുഃഖത്തോടെ തടാകത്തിനരികിൽ ഇരിക്കുകയായിരുന്നു ലിയോ. ആകാശത്ത് പാറിപ്പറന്ന് നടക്കുന്ന തത്തമ്മക്കുട്ടൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തത്തമ്മക്കുട്ടൻ മനസ്സിൽ ഇങ്ങനെ ഉദ്ദേശിച്ചു, ലിയോ പാവമാണ്, അവനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ലിയോയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് തത്തമ്മക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞു, എന്തിനാണ് സിംഹക്കുട്ടനെ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നെ സഹായിക്കാനാണെങ്കിലേ എനിക്ക് പാട്ട് ഞാൻ പഠിപ്പിച്ചു തരാലോ. തത്തമ്മക്കുട്ടൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലിയോക്ക് അതിയായ സന്തോഷമുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിംഹക്കുട്ടൻ നന്നായി പാട്ടുപാടാൻ പരിശീലിച്ചു. അതുമാത്രമല്ല, അവൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാ മൃഗങ്ങളും അവൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അതിയായ സന്തോഷത്തോടു കൂടി അവൻ ഇങ്ങനെ പാടി, എൻ്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കാടിരിപ്പുണ്ട്, ആ കാട്ടിനുള്ളിൽ കുറെ കുഞ്ഞന്മാരുണ്ട്, ആ കുഞ്ഞന്മാർക്കൊരു സിംഹക്കുട്ടനുണ്ട്, ആ സിംഹക്കുട്ടൻ്റെ കഥ ഇവിടെ കഴിഞ്ഞു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം, നല്ല സൗഹൃദങ്ങളാണ് എപ്പോഴും ജീവിതത്തിൽ നമ്മെ വിജയിപ്പിക്കുക.